നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. CPM നേതൃത്വത്തെ വെല്ലുവിളിച്ച് രൂപീകരിച്ച ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിന്റെ ജില്ലാ കൺവെൻഷൻ ജൂൺ 7 പാലക്കാട്ട്. CPMലെയും CPIയിലെയും പ്രമുഖർ തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്നും ഇടത് രാഷ്ട്രീയ ലൈനിൽ നിന്ന് തങ്ങൾ വ്യതിചലിക്കില്ലെന്നും DMF ജില്ലാ പ്രസിഡന്റ് PK ശശി. CPM നേതൃത്വത്തിന്റെ തെറ്റായതും ധിക്കാരപരമായ നിലപാടുകൾ പ്രതിഷേധിച്ച് രൂപീകരിച്ച DMFന് CPM അനുഭാവികളിൽ നിന്നുൾപ്പെടെ സ്വീകാര്യത ലഭിച്ചതായും PK ശശി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ ഡ്രൈവർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ നിന്ന് LDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. സെക്രട്ടറി തീർത്തും UDFുമായി ചേർന്ന് രാഷ്ട്രീയം കളിക്കുകയാണെന്നും UDFിന്റെ 10ാമത്തെ മെമ്പറായിട്ടാണ് സെക്രട്ടറി പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷ അംഗങ്ങൾ. ഡ്രൈവറുടെ അനധികൃത നിയമനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് DYFI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ തൊഴിലാളി നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് KSKTU ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ KSKTU പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. കുളപ്പുള്ളി മുതൽ SMB ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കണമെന്ന് CITU ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം. കാവളപ്പാറയിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്ത് അപകടം പതിയിരിക്കുന്നതായി പരാതി. തകർച്ച നേരിട്ട് 2 ആഴ്ചയിലധികമായിട്ടും ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലെന്നും ആക്ഷേപം. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനെ KSRTCക്ക് നൽകാനുള്ള P മമ്മിക്കുട്ടി MLയുടെ ആവശ്യത്തിന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പച്ചക്കൊടി. മങ്കര കാളിക്കാവ് കോട്ടായി റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് ചെളിക്കുളമായതോടെ വാഹനയാത്രക്കാർ ദുരിതത്തിൽ. റെയിൽവേ മേൽപ്പാലം പണി നടക്കുന്ന ഭാഗത്താണ് റോഡ് ചളിക്കുളമായത്. പ്രദേശത്തെ ഇരുചക്ര വാഹന യാത്രക്കാരുടെ യാത്ര സാഹസികതയോടെ. ഒറ്റപ്പാലം വരോട് ബസ് സ്റ്റോപ്പിനോട് അടുത്തുള്ള റോഡ് നിർമ്മാണവും ഡ്രൈനേജ് നിർമ്മാണവും അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതി നൽകി പ്രദേശവാസികൾ. വർഷങ്ങൾക്ക് മുൻപേ മങ്കര പോലീസ് പിടികൂടിയ വാഹനങ്ങൾ പാതയോരത്ത് ദ്രവിച്ച് കാടുമൂടി കിടക്കുന്നതായി പരാതി. നിരവധി വാഹനങ്ങൾ വഴി മുടക്കി കിടക്കുന്നതായും വാഹനങ്ങൾ ഇഴജന്തുക്കളുടെ താവളമാകുന്നതായും ആക്ഷേപം. വാർത്തകൾ വിശദമായി. CPM നേതൃത്വത്തെ വെല്ലുവിളിച്ച് രൂപീകരിച്ച ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിന്റെ ജില്ലാ കൺവെൻഷൻ ജൂലൈ 7 പാലക്കാട്ട് നടക്കും. CPMലെയും CPIയിലെയും പ്രമുഖർ തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്നും ഇടത് രാഷ്ട്രീയ ലൈനിൽ നിന്ന് തങ്ങൾ വ്യതിചലിക്കുന്നില്ലെന്നും DMF ജില്ലാ പ്രസിഡന്റ് PK ശശി പറഞ്ഞു. CPMന്റെ നേതൃത്വത്തിൻ്റെ തെറ്റായതും ധിക്കാരപരമായ നിലപാടുകൾ പ്രതിഷേധിച്ച് രൂപീകരിച്ച DMFന് CPM അനുഭാവികളിൽ നിന്നും ഉൾപ്പെടെ സ്വീകാര്യത ലഭിച്ചതായും PK ശശി പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CPMനോട് അസംതൃപ്തിയുള്ള മുൻനിര നേതാക്കളും പ്രവർത്തകരും DMFലേക്ക് എത്തും. ഇത്തരക്കാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. തെറ്റുതിരുത്തലുകളല്ല, തെറ്റുകളെ ശരിവെക്കാനുള്ള നടപടികളാണ് CPMൽ നടക്കുന്നത്. UDFിനകത്താണെങ്കിലും DMF UDFുമായി സഹകരിക്കും. ജൂലൈ 6 നടക്കുന്ന നയപ്രഖ്യാപനത്തോടെ വിവിധ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കും. കൺവെൻഷൻ ഗതാഗത മന്ത്രിയും CMP നേതാവുമായ CP ജോൺ, CPM വിമതനായി നിന്ന് മത്സരിച്ച് ജയിച്ച PK ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. CPMുമായ ലയനം അടഞ്ഞ അധ്യായമല്ലെന്നും PK ശശി പറഞ്ഞു. കേരളത്തിലെ റിയൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രസ്ഥാനമായി ഞങ്ങൾക്ക് മാറാൻ സാധിക്കും. ആ കോൺഫിഡൻസിലാണ് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അതിൻ്റെ നയപ്രഖ്യാപനം അതിലിപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ലയനം ലയിക്കില്ലേ എന്നൊന്നും ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഒന്നുകൂടി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് ഒന്ന് ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ പറയും. ഞങ്ങൾ ഒരു റിസൊല്യൂഷൻ അവതരിപ്പിച്ച് ഞങ്ങളുടെ തീരുമാനം അതാണ് ഞങ്ങളുടെ നയപ്രഖ്യാപനം. ഞങ്ങളിപ്പോൾ ടീം UDFിൻ്റെ ഭാഗമാണ്. ആ UDFിനകത്തെ യോജിപ്പിന് അതിലെ പാർട്ടികളുമായി ഒരു തർക്കത്തിലേക്കും പോകാൻ ഞങ്ങളിപ്പോൾ തൽക്കാലം തീരുമാനിച്ചിട്ടേ ഇല്ല. ഞങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടീം UDF ആണെങ്കിലും ഞങ്ങളിപ്പോൾ UDFിനകത്തില്ലല്ലോ. അതില്ല, UDFിനകത്ത് ഞങ്ങളില്ല. നാളെ ഇപ്പോൾ ഞങ്ങൾ UDFിനകത്ത് ഉണ്ടാകുമല്ലോ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ നയം പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അത് പറയാൻ പറ്റൂ. പാർട്ടിയുടെ നയപ്രഖ്യാപനത്തിന് ശേഷം തുടർ തീരുമാനങ്ങൾ ഉണ്ടാകും. DMFിന്റെ രാഷ്ട്രീയ നിലപാടുകളുമായി യോജിക്കുന്നവരുമായി ചേർന്ന് പ്രവർത്തിക്കും. കൂട്ടായ്മ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിക്കാനാണ് ലക്ഷ്യം. യഥാർത്ഥ ഇടതുപക്ഷമായി മാറുക എന്നതാണ് നയം. കേരളത്തിൽ തുടർഭരണം ലഭിച്ചതോടെ എല്ലാവരും രാജാക്കന്മാരായി. സ്ഥാനമാനങ്ങൾ പാർട്ടിയെ വളർത്താനല്ല, സ്വന്തം സാമ്പത്തിക നേട്ടത്തിനും പാർട്ടിയുടെ തകർച്ചയിലേക്കുമാണ് ചിലർ ഉപയോഗിച്ചത്. കമ്മ്യൂണിസ്റ്റ് നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഭരണത്തിന്റെ മറവിൽ ചെയ്തത്. ഇത് CPMന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയെന്നും ഇരുവരും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഡ്രൈവറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ നിന്ന് LDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. സെക്രട്ടറി തീർത്തും UDFുമായി ചേർന്ന് രാഷ്ട്രീയം കളിക്കുകയാണെന്നും UDFിൻ്റെ 10ാമത്തെ മെമ്പറായി സെക്രട്ടറി പ്രവർത്തിക്കുകയാണെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിക്കുന്നു. ഡ്രൈവറുടെ അനധികൃത നിയമനത്തിനെതിരെ DYFI ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഡ്രൈവറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് DYFI ഈ നിയമനം അനധികൃതമാണെന്ന് ചൂണ്ടിക്കാട്ടി JD ഓഫീസിൽ പരാതി നൽകിയിരുന്നു. DYFI നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ JD ഓഫീസിൽ നിന്നും 7/4/2026 ഈ നിയമം റദ്ദ് ചെയ്യണമെന്ന് സൂചിപ്പിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് വന്നിരുന്നു. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി നാളിതുവരെയായിട്ടും പഞ്ചായത്ത് കമ്മിറ്റിയെ അറിയിക്കാതെ കത്ത് പൂഴ്ത്തിവെച്ചു. 7/4/2026 ശേഷം ചേർന്ന ഒരു പഞ്ചായത്ത് യോഗത്തിലും ഈ കത്ത് അജണ്ടയായി വെച്ചില്ല. 17/4/2026 പഞ്ചായത്ത് സെക്രട്ടറി JD ഓഫീസിൽ നിന്ന് വന്ന കത്ത് പഞ്ചായത്ത് യോഗത്തിന്റെ അജണ്ടയിൽ വെച്ചു. പഞ്ചായത്ത് യോഗത്തിന്റെ അജണ്ടയിൽ വെച്ചു എന്ന് കാണിച്ച് JD ഓഫീസിനെ കത്തയച്ച JD ഓഫീസിനെയും പറ്റിച്ചു. സെക്രട്ടറി തീർത്തും UDFുമായി ചേർന്ന് പഞ്ചായത്തിനുള്ളിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നും UDFിന്റെ 10ാമത്തെ മെമ്പറായിട്ടാണ് സെക്രട്ടറി പഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കുന്നതെന്നും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും UDFിന്റെയും ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ച് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ LDF അംഗങ്ങൾ വാക്കൌട്ട് നടത്തി. MH അബ്ദുൾ സലാം, KB ബിനീഷ്, MS ഉദയ, PB സൈന, MA ഉഷാകുമാരി, CH ഷമീന, KK സാവിത്രി തുടങ്ങിയവരാണ് വാക്കൌട്ട് നടത്തിയത്. ഈ അനധികൃത നിയമനത്തിൽ പ്രതിഷേധിച്ച DYFI ശക്തമായി പ്രതിഷേധിക്കുമെന്ന് DYFI അറിയിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകുമെന്നും DYFI നേതാക്കൾ പറഞ്ഞു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ അവിടുത്തെ പഞ്ചായത്ത് ഡ്രൈവറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ആ നിയമനം അനധികൃതമാണെന്ന് ചൂണ്ടിക്കാട്ടി DYFIയുടെ നേതൃത്വത്തിൽ JD ഓഫീസിലേക്കും മറ്റനുബന്ധ സ്ഥാപനങ്ങളിലേക്കും പരാതി നൽകിയിട്ടുണ്ട്. ആ DYFI നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ JD ഓഫീസിൽ നിന്നും മുള്ളൂർക്കര പഞ്ചായത്തിലേക്ക് 7/4/2026 ഈ നിയമനം റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് കത്ത് വരികയുണ്ടായി. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറി UDF ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി ആ കത്ത് പൂർത്തിവെക്കുകയാണ് ചെയ്തത്. തുടർന്ന് 17/4/2026 ഈ JD ഓഫീസിൽ നിന്ന് വന്ന കത്ത് പഞ്ചായത്ത് കമ്മിറ്റി അജണ്ടയായിട്ട് വെച്ചു എന്ന് പറഞ്ഞ് JD ഓഫീസിലേക്ക് കത്തയച്ചു. ഇത് JD ഓഫീസിനെയും പറ്റിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് സെക്രട്ടറി ചെയ്തത്. പഞ്ചായത്ത് സെക്രട്ടറി കൃത്യമായിട്ട് അവിടെ രാഷ്ട്രീയം കളിക്കുന്ന സമീപനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. UDFിന്റെ 10ാമത്തെ മെമ്പറായിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ട് DYFI ഭാഗത്തുണ്ടാവും. ഈ നാട്ടിലെ യുവജനങ്ങളെ ആകെ വഞ്ചിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് UDFും അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി സ്വീകരിച്ചു പോരുന്നത്. ഇതിനെതിരെ വലിയ ശക്തമായിട്ടുള്ള DYFIയുടെ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് DYFI ആലോചിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുവാനാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊളപ്പള്ളി ബസ് സ്റ്റാൻഡിനെ KSRTCക്ക് നൽകാനുള്ള ആവശ്യത്തിന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പച്ചക്കൊടി. കൊളപ്പള്ളിയിൽ ഡിപ്പോ ആരംഭിക്കണമെന്ന് ഷൊർണൂർ MLA P മാമ്മിക്കുട്ടി നിയമസഭയിൽ സബ്മിഷനിലൂടെ ആവശ്യപ്പെട്ട സാഹചര്യത്തിലായിരുന്നു മന്ത്രിയുടെ മറുപടി. 2.5 ഏക്കർ സ്ഥലവും സൗകര്യങ്ങളും നൽകിയാൽ കുളപ്പള്ളിയിൽ KSRTC ഡിപ്പോ ആരംഭിക്കാമെന്നാണ് മന്ത്രി CP ജോൺ മറുപടി നൽകിയിരിക്കുന്നത്. P മാമ്മിക്കുട്ടി MLA സബ്മിഷനിലൂടെ ഉന്നയിച്ച ആവശ്യത്തിനായിരുന്നു മന്ത്രിയുടെ മറുപടി. പാലക്കാട് ഗുരുവായൂർ, തിരുവനന്തപുരം വഴിക്കടവ്, എറണാകുളം പെരിന്തൽമണ്ണ, സുൽത്താൻ ബത്തേരി, കൊച്ചി വിമാനത്താവളം, തൃശൂർ പെരിന്തൽമണ്ണ, കോഴിക്കോട് തൃശൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്കെല്ലാം ഷൊർണൂർ കുളപ്പള്ളി വഴി KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഈ ബസ്സുകൾക്ക് തകരാർ സംഭവിച്ചാൽ പൊന്നാനിയിൽ നിന്നോ പാലക്കാട് നിന്നോ വാഹനങ്ങൾ എത്തേണ്ട അവസ്ഥയാണ്. ഇത് പരിഹരിക്കാൻ ഉൾപ്പെടെ കുളപ്പള്ളി ബസ് സ്റ്റാൻഡ് ഉപയോഗപ്പെടുത്തിയാൽ ഗുണകരമാകും. ഇതോടൊപ്പം ഷൊർണൂർ വഴി കടന്നുപോകുന്ന KSRTC ബസ്സുകൾ റെയിൽവേ സ്റ്റേഷൻ വഴി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ കയറിപ്പോകാനുള്ള നിർദ്ദേശം നൽകുമെന്നും മന്ത്രി CP ജോൺ അറിയിച്ചു. സ്ത്രീകൾക്ക് സൗജന്യയാത്ര അനുവദിക്കുന്ന ഓർഡിനറി ബസ്സുകൾ ഷൊർണൂർ മണ്ഡലത്തിൽ കുറവാണെന്ന കാര്യവും നിയമസഭയിൽ P മാമ്മിക്കുട്ടി MLA ഉന്നയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം വരോട് മരപ്പാലം ബസ് സ്റ്റോപ്പിനടുത്തുള്ള റോഡ് നിർമ്മാണവും ഡ്രെയിനേജ് നിർമ്മാണ പ്രവൃത്തികളും അശാസ്ത്രീയമെന്ന് നാട്ടുകാരുടെ പരാതി. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ ഉയരം കൂട്ടുകയും ഡ്രെയിനേജ് നിർമ്മിക്കുകയും ചെയ്തതിനാൽ അനങ്ങൻമലയുടെ 4 മൈൽ മുതൽ നേരങ്കൻപാറ വരെയുള്ള മലവെള്ളവും അത്താണി മുതൽ മരപ്പാലം വരെയുള്ള മഴവെള്ളവും ഒഴുകിയെത്തുന്ന മരപ്പാലം കൽവട്ടിലേക്ക് വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോകാനുള്ള ഡ്രെയിനേജിലെ അസൗകര്യം, കൃഷിസ്ഥലത്ത് നിന്ന് ഡ്രെയിനേജിലേക്ക് വെള്ളം ഒഴുകിപ്പോകാനുണ്ടായിരുന്ന കൽബട്ടിൻ്റെ കുറവും, കൃഷിസ്ഥലത്തേക്കാൾ ഉയരത്തിൽ ഡ്രെയിനേജ് നിർമ്മിച്ചതിനാൽ
കാലവർഷം ഒന്നുകൂടി ശക്തിപ്പെട്ടാൽ അത്താണി മുതൽ മരപ്പാലം വരെയുള്ള പ്രദേശവും പൂർണ്ണമായും വെള്ളത്തിനടിയാകുകയും പരിസരങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറുകയും കുടിവെള്ളത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കിണറുകളിൽ മലിനജലം കലരുകയും പ്രദേശത്ത് അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ പകർച്ചവ്യാധി പോലുള്ള മാരക രോഗങ്ങൾ പടരാൻ കാരണമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്ന് ഈ പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് പ്രദേശവാസികൾ സമർപ്പിച്ച പരാതിയിൽ ആവശ്യപ്പെട്ടു. മലവെള്ളം വന്ന സമയത്ത് ഈ തോട് നിറഞ്ഞിട്ട് എനിക്ക് ഓവർഫ്ലോ ആവുകയും ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സൗകര്യക്കുറവ് ഈ പ്രദേശത്തുണ്ട്. അത് കാരണം കുടിവെള്ളത്തിലേക്കും വീടുകളിലേക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിനെ ഒഴുക്കിവിടാനുള്ളൊരു സൗകര്യം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര കാളിക്കാവ് കോട്ടായി റോഡിൽ റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് ചെളിക്കുളമായതോടെ വാഹനയാത്രക്കാർ ദുരിതത്തിലായി. റെയിൽവേ മേൽപ്പാലം പണി നടക്കുന്ന ഭാഗത്താണ് റോഡ് ചെളിക്കുളമായിരിക്കുന്നത്. ഇരുചക്ര വാഹനയാത്രക്കാർ സാഹസികതയോടെയാണ് ഈ വഴി യാത്ര ചെയ്യുന്നത്. മുട്ടോളം ചെളി നിറഞ്ഞതോടെ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയുമായി. ചെളിയിൽ വീഴാതെ കടന്നു പോകണമെങ്കിൽ സർക്കസ് പരിശീലനം ഉള്ളവരായിരിക്കണം. അത്രയ്ക്ക് ദുരിതത്തിലാണ് ഈ വഴിയാത്ര. 100 മീറ്റർ ദൂരം ചെളി നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. റെയിൽവേ മേൽപ്പാലം പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വാഹനയാത്ര ഭാഗികമാണെങ്കിലും ബസ് അടക്കമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. കോറി വേസ്റ്റ് എങ്കിലും ഇട്ട് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ നിരവധി യാത്രക്കാർ ചെളിയിൽ വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെ പ്രവൃത്തികൾക്ക് ചുക്കാൻ പിടിക്കുന്ന അധികാരികളുടെ അടിയന്തര ശ്രദ്ധ പതിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പുള്ളി മുതൽ SMB വരെയുള്ള റോഡിൻ്റെ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കണമെന്ന് ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം ആവശ്യപ്പെട്ടു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഒരു കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിലൂടെ ഈ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമരം എന്നുള്ള നാടകമാണ് അന്ന് ഈ കേരളത്തിൽ നടന്നു എന്നത് ഒഴിച്ചാൽ ഈ കേരളത്തിലെ തൊഴിലാളി പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരെയും മാന്യമായിട്ട് പരിഗണിക്കുന്ന ഒരു സമീപനമാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന വാർത്തകളുണ്ടായത്. ഇപ്പൊ ഞാൻ പറയാം, നേരത്തെ ഈ സമരം നടക്കുന്ന കാലഘട്ടത്തില് പന്തല് സന്ദർശിച്ചുകൊണ്ട്, സമരകേന്ദ്രം സന്ദർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞെന്താണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 21,000 രൂപ എന്ന് പറഞ്ഞു. ഇതിൽ അധികാരത്തിൽ വന്നു, എത്ര രൂപ വർദ്ധിപ്പിച്ചു? മുനിസിപ്പൽ പ്രസിഡന്റ് ND ദിൽഷാദ് അധ്യക്ഷത വഹിച്ചു. MK ജയപ്രകാശ്, VK അനുരാജ്, യൂണിയൻ ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ്, TK അബ്ദുൽ ലത്തീഫ്, C ഉണ്ണികൃഷ്ണൻ, V ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ND ദിൽഷാദ് പ്രസിഡന്റ്, നാസർ ആഷിഖ്, V ശ്രീജിത്ത് വൈസ് പ്രസിഡന്റുമാർ, C ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി, സേതുമാധവൻ, CT സുന്ദരൻ, പ്രഭാകരൻ, ജോയിന്റ് സെക്രട്ടറിമാർ, KK രാഗേഷ് ട്രഷറർ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വർഷങ്ങൾക്ക് മുമ്പ് മങ്കര പോലീസ് പിടികൂടിയ വാഹനങ്ങൾ പാതയോരത്ത് ദ്രവിച്ചു കാടുമൂടി നശിക്കുന്നു. മങ്കര കോട്ടായി റോഡിൽ പോലീസ് സ്റ്റേഷന് സമീപത്താണ് നിരവധി വാഹനങ്ങൾ നശിച്ച് വഴിമുടക്കിയായി കിടക്കുന്നത്. വാഹനങ്ങൾ കാടുമൂടിയത് മൂലം ഇഴജന്തുക്കളുടെ താവള കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സമീപവാസികൾക്കും കാൽനട യാത്രക്കാർക്കും ഇത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. കാലങ്ങളായി കിടന്ന് ദ്രവിച്ച് നശിക്കുന്ന വാഹനങ്ങൾ ബന്ധപ്പെട്ടവർ ഇടപെട്ട് മാറ്റണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. റോഡ് വീതി കൂട്ടുമ്പോഴും ഇത് തടസ്സമാകാൻ സാധ്യതയേറെയാണ്. കാലങ്ങളായി പിടിച്ചിട്ട വാഹനങ്ങൾ കേസിൽ കുടുങ്ങിയതോടെയാണ് ഇവ നശിക്കാൻ കാരണം. കേസിലകപ്പെട്ട വാഹനങ്ങൾ കേസുകൾ അതിവേഗം തീർപ്പാക്കിയില്ലെങ്കിൽ ലക്ഷങ്ങൾ വിലയൊടിച്ചുള്ള വാഹനങ്ങൾ കാലങ്ങളായി അനാഥമായി കിടന്ന് നശിക്കില്ലായിരുന്നു. പകുതി വിലയെങ്കിലും കിട്ടിയതിന് ഇരുമ്പ് തുരുമ്പായി മണ്ണോട് ചേർന്ന് ലയിക്കുന്നതുവരെ ഈ വാഹനങ്ങൾക്ക് പാതയോരത്ത് കിടക്കാനായിരിക്കും വിധി. ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കണമെന്നാണ് ജനകീയ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കവളപ്പാറയിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്ത് അപകടം പതിയിരിക്കുന്നു. തകർച്ച നേരിട്ട് 2 ആഴ്ചയിലധികമായിട്ടും ഇതുവരെ ഇവിടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല. ഭാരം കൂടിയ വലിയ വാഹനങ്ങൾ അരുകു ചേർന്ന് കടന്നുപോയ സാഹചര്യത്തിലാണ് കവളപ്പാറയിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഒരു ഭാഗം തകർന്നിരിക്കുന്നത്. ഏകദേശം 2 ആഴ്ചയിലധികമായി ഈ തകർച്ച ഉണ്ടായിട്ട് സംരക്ഷണ ഭിത്തി ഇല്ലാത്ത ഈ ഭാഗത്ത് മഴ പെയ്ത് കുതിർന്ന സാഹചര്യത്തിൽ ഭാരം കൂടിയ വാഹനങ്ങൾ കടന്നുപോയപ്പോൾ പാതയുടെ വശം ഇടിഞ്ഞു താഴുകയായിരുന്നു. PWD പാതയിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിക്ക് സമീപമാണ് റോഡിന്റെ വശം താഴ്ന്നിരിക്കുന്നത്. അപകട മുന്നറിയിപ്പിനായി കല്ലുവെച്ച് റിബൺ മാത്രമേ കെട്ടിയിട്ടുള്ളൂ. അതേസമയം ആഴ്ചകൾ പിന്നിട്ടിട്ടും തകർന്ന ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇതുവരെ അധികൃതർ മുന്നോട്ട് വന്നിട്ടില്ല. വാഹനങ്ങൾ സൈഡ് കൊടുത്തു പോകാനും
ഇവിടെ പ്രയാസത്തിലാണ്. കവളപ്പാറ, ത്രാങ്ങാലി, കൂനത്തറ, ആര്യങ്കാവ് എന്നീ ഭാഗങ്ങളിലേക്ക് പോകുന്ന പ്രധാന പാതയാണിത്. നിരവധി സ്വകാര്യ ബസ്സുകളും ഇതുവഴി യാത്ര നടത്തുന്നുണ്ട്. മഴ കനക്കുന്നതോടെ കൂടുതൽ ഭാഗങ്ങൾ ഇടിയാനും ഇതേ തുടർന്ന് അപകടങ്ങൾ ഉണ്ടാകാനും സാധ്യത ഏറെയാണ്. ഇടിഞ്ഞ ഭാഗത്തെ തകർച്ച പരിഹരിക്കുകയും സംരക്ഷണ ഭിത്തി കെട്ടണമെന്ന ആവശ്യവുമാണ് വാഹനയാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ ഉന്നയിക്കാനുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ, തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ KSQT ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണ KSQT സംസ്ഥാന കമ്മിറ്റി അംഗം VK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന ആ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഇന്ത്യയിലെ ഇടതുപക്ഷ മതനിരപേക്ഷ കക്ഷികളും അവരുടെ പിന്തുണയും ആ ഗവൺമെന്റിന് നൽകുകയുണ്ട്. ആ ഗവൺമെന്റിനോട് ഇടതുപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടത് നമ്മുടെ രാജ്യത്ത് ദീർഘകാലമായി യാതൊരുവിധ വരുമാനവുമില്ലാതെ രാജ്യത്തെ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് വരുമാനമുണ്ടാകണം. അതിനാവശ്യമായ ഒരു തൊഴിൽ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകേണ്ടതുണ്ട്. ഏരിയ പ്രസിഡന്റ് K രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M സുരേന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M സുബ്രഹ്മണ്യൻ, C ഗിരിജ, വില്ലേജ് സെക്രട്ടറി K വിജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെയും തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടും KSQT പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പറളി ചന്തപുരയിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി V ചെന്താമരാക്ഷൻ ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ സെക്രട്ടറി V ചെന്താമരാക്ഷൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ഓഫീസുകൾക്കുണ്ട്, കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കുണ്ട് സമരം നടത്താൻ തീരുമാനിച്ചു. 2004 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ഒന്നാം UPA സർക്കാർ, അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സർക്കാരാണ് നമ്മുടെ നാട്ടിൽ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ 22 വർഷമായി. 2004 അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായത്. അത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. എന്നാൽ ഞാൻ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ അത് പറയാതെ പോയാൽ പലർക്കും ഇത് ഓർമ്മയുണ്ടാവില്ല. 2004 ലോകസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്നേ വരെ അധികാരത്തിലിരുന്ന BJP ഗവൺമെന്റിന് ഭൂരിപക്ഷം കിട്ടിയില്ല. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ല. യൂണിയൻ ഏരിയ പ്രസിഡന്റ് പ്രേംദാസൻ അധ്യക്ഷത വഹിച്ചു. CPM പറളി ലോക്കൽ സെക്രട്ടറി PC അശോക് കുമാർ, വിനീത K സുരേഷ്, പറളി പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ സ്വാഗതവും CPM തേനൂർ ലോക്കൽ സെക്രട്ടറി KT സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. പ്രവർത്തകർ പ്രകടനമായാണ് പ്രതിഷേധത്തിന് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. നെൽകൃഷി ശാസ്ത്രീയ വിളപരിപാലനം എന്ന വിഷയം അഞ്ജു K ബേബി അവതരിപ്പിച്ചു. സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ NM അബ്ദുൾ സലാം, M ലക്ഷ്മി, A സംഗീത എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ M അനുശ്വര രാജ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി M ശ്യാമിനി നന്ദിയും പറഞ്ഞു. സർക്കാർ അംഗീകൃത ഫാമുകളിലെയും കാർഷിക കർമ്മസേനയുടെയും നടീൽ വസ്തുക്കൾ, മാവ്, പ്ലാവ്, റംബുട്ടാൻ, നടീൽ വസ്തുക്കൾ, വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ, ജൈവവളങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, ഇഫ്കോയുടെ നാനോ ഫെർട്ടിലൈസറുകൾ എന്നിവ വിൽപ്പനയ്ക്കുണ്ട്. കാടുവെട്ട് മെഷീനുകൾ, മോട്ടോർ പമ്പ് സെറ്റുകൾ, റോക്കർ സ്പെയറുകൾ എന്നിവയുടെയും വിൽപ്പനയുണ്ടായിരിക്കും. വാണിയംകുളം പഞ്ചായത്തിലെ കർഷക സഭയും അതുപോലെ തന്നെ ഞാറ്റുവേല ചന്തയുമാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. കർഷകർക്ക് ഗുണമേന്മയുള്ള വിത്തുകൾ, അതുപോലെ തന്നെ ചെടികൾ, ഫലവൃക്ഷ തൈകൾ, പിന്നെ നാടൻ വസ്തുക്കൾ, നാടൻ വിപണിയിൽ വരുന്ന എല്ലാ കർഷകർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും, മിഷനറികൾ എന്നിവ ചന്തയിൽ പ്രദർശനത്തിനും അതുപോലെ തന്നെ വാങ്ങുന്നതിനും വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാണിയംകുളം പഞ്ചായത്ത് ഹരിതാപമാക്കുക, ഈ കൃഷിയോടൊപ്പം കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ട് പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം നവോദയ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ
നൽകുന്ന സമഗ്ര സംഭാവന അവാർഡ് വിതരണം ഓഗസ്റ്റ് 2 വൈകിട്ട് 3 കണ്ണിയമ്പുറത്തെ പിഷാരടി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട സ്വാഗത സംഘ രൂപീകരണ യോഗം ഒറ്റപ്പാലത്തെ AKG മന്ദിരത്തിൽ വെച്ച് ചേർന്നു. ആ ജോലിക്കിടയിൽ നമ്മുടെ നാടിനെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ നാട്ടിലെ വിവിധ മേഖലകളിലെ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആ രംഗത്ത് നവോദയ എന്ന് പറയുന്ന സാംസ്കാരിക മേഖലയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതായിരുന്നു ഈ കഴിഞ്ഞ 4 വർഷക്കാലത്ത് അവർ വിവിധ മേഖലകളിൽ ഇത്തരം പുരസ്കാരങ്ങൾ കൊണ്ട് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇനിയും അത് കുറച്ചുകൂടി ശക്തിയോടുകൂടി തൊഴിലുകളിച്ച് 4 വർഷത്തെ പ്രായമായിട്ടുള്ളെങ്കിൽ ഇനി ഒരുപാട് മുന്നോട്ട് പോകാൻ ഈ സംഘടനയ്ക്ക്. CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. NM നയീം അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, നഗരസഭാ ചെയർപേഴ്സൺ MK ജയസുധ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീജ, പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി MA നാസർ, നന്ദിനി മേനോൻ, DB രഘുനാഥ്, CV ജോസ്, മോഹനൻ വെള്ളിനേഴി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികൾ EN സുരേഷ് ബാബു ചെയർമാൻ, S അജയ്കുമാർ, MR മുരളി, S കൃഷ്ണദാസ്, M ഹംസ, MK ജയസുധ വൈസ് ചെയർമാൻമാർ, മോഹൻ വെള്ളിനേഴി കൺവീനർ, CV ജോസ്, DB രഘുനാഥ്, നന്ദിനി മേനോൻ, MM നയീം, MA നാസർ ജോയിന്റ് കൺവീനർമാർ എന്നിങ്ങനെ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM നേതൃത്വത്തെ വെല്ലുവിളിച്ച് രൂപീകരിച്ച ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫ്രണ്ടിന്റെ ജില്ലാ കൺവെൻഷൻ ജൂൺ 7 പാലക്കാട്ട്. CPMലെയും CPIലെയും പ്രമുഖർ തങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്നും ഇടത് രാഷ്ട്രീയ ലൈനിൽ നിന്ന് തങ്ങൾ വ്യതിചലിക്കില്ലെന്നും DMF ജില്ലാ പ്രസിഡന്റ് PK ശശി. CPM നേതൃത്വത്തിന്റെ തെറ്റായതും ധിക്കാരപരമായ നിലപാടുകൾ പ്രതിഷേധിച്ച് രൂപീകരിച്ച DMFന് CPM അനുഭാവികളിൽ നിന്നുൾപ്പെടെ സ്വീകാര്യത ലഭിച്ചതായും PK ശശി. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ ഡ്രൈവർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിൽ നിന്ന് LDF അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. സെക്രട്ടറി തീർത്തും UDFുമായി ചേർന്ന് രാഷ്ട്രീയം കളിക്കുകയാണെന്നും UDFിന്റെ 10ാമത്തെ മെമ്പറായിട്ടാണ് സെക്രട്ടറി പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷ അംഗങ്ങൾ. ഡ്രൈവറുടെ അനധികൃത നിയമനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് DYFI. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ തൊഴിലാളി നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ട് KSKTU ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. തൊഴിലുറപ്പ് പദ്ധതിയെ അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ KSKTU പാലക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും. കുളപ്പുള്ളി മുതൽ SMB ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കണമെന്ന് CITU ഷൊർണൂർ മുനിസിപ്പൽ സമ്മേളനം. കാളപ്പാറയിലേക്ക് പോകുന്ന പ്രധാന പാതയുടെ ഒരു വശം ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്ത് അപകടം പതിയിരിക്കുന്നതായി പരാതി. തകർച്ച നേരിട്ട് 2 ആഴ്ചയിലധികമായിട്ടും ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ലെന്നും ആക്ഷേപം. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിനെ KSRTCക്ക് നൽകാനുള്ള P മമ്മിക്കുട്ടി MLAയുടെ ആവശ്യത്തിന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പച്ചക്കൊടി. മങ്കര കാളിക്കാവ് കോട്ടായി റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് ചെളിക്കുളമായതോടെ വാഹനയാത്രക്കാർ ദുരിതത്തിൽ. റെയിൽവേ മേൽപ്പാലം പണി നടക്കുന്ന ഭാഗത്താണ് റോഡ് ചളിക്കുളമായത്. പ്രദേശത്തെ ഇരുചക്ര വാഹന യാത്രക്കാരുടെ യാത്ര സാഹസികതയോടെ. ഒറ്റപ്പാലം വരോട് ബസ് സ്റ്റോപ്പിനോട് അടുത്തുള്ള റോഡ് നിർമ്മാണവും ഡ്രൈനേജ് നിർമ്മാണവും അശാസ്ത്രീയമെന്ന് നാട്ടുകാർ. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒറ്റപ്പാലം സബ് കളക്ടർക്ക് പരാതി നൽകി പ്രദേശവാസികൾ. വർഷങ്ങൾക്ക് മുൻപ് മങ്കര പോലീസ് പിടികൂടിയ വാഹനങ്ങൾ പാതയോരത്ത് ദ്രവിച്ച് കാടുമൂടി കിടക്കുന്നതായി പരാതി. നിരവധി വാഹനങ്ങൾ വഴി മുടക്കി കിടക്കുന്നതായും വാഹനങ്ങൾ ഇഴജന്തുക്കളുടെ താവളമാകുന്നതായും ആക്ഷേപം. ഇതോടുകൂടി വാർത്ത ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തയിൽ രാത്രി 9. നന്ദി, നമസ്കാരം.